നമസ്കാരം. ഇന്ന് വേൾഡ് ആസ്മ ഡേ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് 26 കോടിയിൽ പരം ആളുകൾ ആസ്മ ബാധിതരായിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് കാരണം രോഗം മൂർച്ഛിച്ച് മരണം സംഭവിക്കുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത്തവണത്തെ വേൾഡ് ആസ്മ ഡേ തീം എന്നുള്ളത് മേക്ക് ഇൻഹേൽ ട്രീറ്റ്മെൻറ്റ് ആക്സസിബിൾ ടു ഓൾ, അതായത് എല്ലാ രോഗികൾക്കും ഇൻഹേലർ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആസ്മ ചികിത്സയുടെ ഒരു പ്രധാന ഘടകമാണ് ഇൻഹേലർ ചികിത്സ. നല്ലൊരു ശതമാനം രോഗികൾക്കും ഇൻഹേലർ ചികിത്സ കൊണ്ട് തന്നെ ആസ്മ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഒരു ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തി ആസ്മ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയുന്ന രീതിയിൽ ഇൻഹേലർ ചികിത്സ രോഗികൾ എടുക്കേണ്ടതാണ്. പലപ്പോഴും രോഗികൾ ഇൻഹേലർ എടുക്കാൻ മടിക്കുന്നത് അതൊരു അഡിക്റ്റീവ് ചികിത്സയാണോ, അതെടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ഇൻഹേലർ എടുക്കേണ്ടി വരുമോ എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെയല്ല. കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇൻഹേലർ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് ചിലപ്പോൾ ഇൻഹേലർ നിർത്താനും സാധിക്കുന്നതാണ്. ഇൻഹേലർ ചികിത്സയെപ്പറ്റി കണ്ടുവരുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് സൈഡ് എഫക്ട്സ് കൂടുതലാണ് എന്നുള്ളത്. എന്നാൽ നേരെ തിരിച്ച് ഏറ്റവും പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഒരു ചികിത്സയാണ് ഇൻഹേലർ ചികിത്സ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിനും മുലയൂട്ടുന്ന അമ്മമാർക്കും മറ്റ് ക്രോണിക് ഡിസീസസ് ഉള്ള പേഷ്യൻസിനും വളരെ സേഫായി തന്നെ ഇൻഹേലർ ഉപയോഗിക്കാവുന്നതാണ്. ഈ ആസ്മ ദിനത്തിൽ എല്ലാ ആസ്മ രോഗികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ കൃത്യമായി എടുക്കുന്നു എന്നതും ഇൻഹേലർ എടുക്കുന്ന രോഗികൾ ഇൻഹേലർ ഉപയോഗിക്കുന്ന രീതി കൃത്യമാണ് എന്നുള്ളതും ഉറപ്പുവരുത്തുക.